എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ക്ലിഫ് ഹൗസിലേക്ക് കയറും എന്നാണ് വീണ്ടും കേൾക്കുന്നത്. ഒരു പലവട്ടം കയറി. ഒരിക്കൽ മോളുടെ കേസുമായി ബന്ധപ്പെടുത്തി വന്നു, മോഹന്റെ കേസുമായിട്ട് ബന്ധപ്പെടുത്തി വന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മസാല ബോണ്ടിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ശബരിമലയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയും ED ക്ലിഫ് ഹൗസിലേക്ക് പോകും എന്നാണ് കേൾക്കുന്നത്. ഗുരുതരമായ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ EDയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ED AKG സെന്ററിലേക്ക് പരിശോധനയ്ക്ക് പോയാലും അല്ലെങ്കിൽ അവിടെയുള്ള ഗോവിന്ദൻ മാഷിന്റെ മൊഴി എടുത്താലും അത്ഭുതമില്ല എന്നാണ് നമ്മുടെ ചാനൽ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. പത്മകുമാറിന്റെ പുറത്ത് ഒരു കേസ് കൂടെ എടുത്തിട്ടുണ്ട്, ഒരു വിഷയത്തിൽ കൂടെ പ്രതിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ജാമ്യം കിട്ടണം, അതിന്റെ കേസ് പറയണം. അത് വേറൊന്നുമല്ല, ദ്വാരപാലക വിഗ്രഹത്തിനെ സംബന്ധിക്കുന്ന അത് കൊടുത്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. SIT ഡിസംബർ 3 കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതിയിൽ പിന്നെ അടച്ചിട്ട സീൽ ചെയ്ത കവറിൽ കാര്യങ്ങൾ കൊടുത്തു. അടച്ചിട്ട മുറിയിലാണ് അത് കണ്ടതും കേട്ടതും അവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞതും. പിന്നെ അതിനുശേഷം ഓപ്പൺ കോർട്ടിലാണ് 6 ആഴ്ച സമയം കൂടി, 1.5 മാസം, 4 ആഴ്ച എന്നാണ് ഇന്നലെ റിപ്പോർട്ടിലേക്ക് വന്നത്. പക്ഷേ 6 ആഴ്ചയാണ്, 1.5 മാസം കൂടി വീണ്ടും സമയം നമ്മുടെ കേസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് SIT. പക്ഷേ SIT കേസ് ചെയ്യുമ്പോൾ SITയെ ഇനി വലയ്ക്കാൻ പോകുന്നത്, അതായത് 15-ാം തീയതി കഴിയുമ്പോൾ, ഈ 14-ാം തീയതിയാണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്, 9-ഉം 11-ഉം തെരഞ്ഞെടുപ്പ്, പിന്നെ 14-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ നമ്മുടെ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സ്വഭാവം മാറേണ്ടതാണ്. അവർ വീണ്ടും വളരെ സജീവമായി വരികയും കടകംപള്ളി സുരേന്ദ്രന് കത്ത് കൊടുക്കുകയും ചെയ്യും എന്നാണ് കേൾക്കുന്നത്. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തു. മുഖ്യമന്ത്രിക്കും ഒന്നുകിൽ കത്ത് കൊടുക്കുമായിരിക്കും, എന്തായാലും മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കും എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ED ഇതിനിടയിൽ പിന്നെ ഹൈക്കോടതിയിൽ ഒരു പേപ്പർ കൊടുത്തപ്പോ ഈ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ SITയോ കൊടുത്തിട്ടുള്ള FIRലെ വിവരങ്ങൾ ഞങ്ങൾക്കും കൂടി തരണം, കാരണം ഇത് മണി ലോണ്ടറിങ്ങും അഴിമതിയും കറപ്ഷനും പിന്നെ പണം ഇരട്ടിപ്പിക്കലും പിന്നെ പിന്നെ കള്ളപ്പണവും ഒക്കെ ഹവാലയും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞങ്ങൾക്ക് ആ ഒരു ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്, ഞങ്ങൾ ഇത് അന്വേഷിക്കാനുണ്ടെന്ന് ED പറയുകയും അങ്ങനെ വേറൊരു തലത്തിലേക്ക് ഇത് മാറുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, EDയോട് പറഞ്ഞു, നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ പോയി ചോദിക്കൂ, ഞങ്ങളോട് ചോദിക്കണ്ട. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ED പോവുകയാണ്. സ്വാഭാവികമായിട്ട് EDയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു വലിയ പ്രശ്നമുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണല്ലോ 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 6-7 മാസങ്ങൾക്ക് മുമ്പ് നടന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോൾ ഇത്രയും സജീവമായത്, അല്ലെ എന്ന് നടന്ന വിഷയമാണത്. അതുപോലെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലയ്ക്കും തലേദിവസമാണല്ലോ ഇതെല്ലാം കയറി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു കാര്യം വരുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ED ഈ പറയുന്ന പേപ്പറുകളെല്ലാം കൊടുക്കുമോ? ഒന്ന് ക്ലിഫ് ഹൗസിലേക്ക്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിന് ഒന്നുകൂടി ടൈറ്റ് ചെയ്യുമോ? അതുപോലെ തന്നെ മകന്റെ കാര്യത്തെ ടൈറ്റ് ചെയ്യുമോ? മകന്റെ കാര്യത്തിൽ ED നോട്ടീസ് കൊടുത്തെന്നും കൊടുത്തില്ലെന്നും ഒക്കെ ഉള്ള ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ മറ്റ് കാര്യങ്ങളിൽ പിന്നെ ടൈറ്റ് ചെയ്യുന്നത് പോലെ ശബരിമലയുടെ വിഷയത്തിലും ഒന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുമോ? എന്താണ് BJPക്ക് ഇതിനകത്ത് വല്ല അജണ്ടയും ഉണ്ടോ? കാരണം EDയെ സംബന്ധിച്ച് പറയുന്ന ഒരാക്ഷേപം, EDയെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം, ED എന്ന് പറയുന്നത് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനപ്പുറം BJPയുടെ ഒരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ വേറെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു ആക്ഷേപം വ്യാപകമായി CPMന്റെ ഫോൾഡറുകളിലും മറ്റിടത്തുനിന്ന് വരാറുണ്ട്. ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്ന ആളല്ല, കാരണം ഇന്ത്യയിലെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളും കാര്യം കോടതിയിൽ നമുക്ക് വിശ്വാസമില്ല, EDയെ വിശ്വാസമില്ല, CBI വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു അരാജകത്വത്തിലേക്കോ അനാർക്കിലേക്കോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. EDക്ക് പക്ഷപാതിത്വം ഉണ്ടെങ്കിൽ അത് വേറെ ചോദ്യം ചെയ്യണം. പക്ഷെ ED എന്തായാലും അവർക്ക് തെളിവ് കിട്ടാതെ, അവർ എന്ത് പക്ഷപാതിത്വം ഉണ്ടെങ്കിലും ഒരു തെളിവും കിട്ടാതെ പോകമറയെന്ന് പോകത്തില്ലല്ലോ. പിന്നെ അവർ തുടങ്ങി വെച്ചിട്ട് എന്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ കുഴപ്പം കാണും, അല്ലെങ്കിൽ സാമൂഹ്യമായ സമ്മർദ്ദം കാണും, പല പ്രശ്നങ്ങൾ കാണും, അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ED മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ നീളുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ AKG സെന്ററിലേക്കും ഈ ചർച്ച പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയുടെ കേസിൽ വീണ്ടും വാസുവിന് ജാമ്യം കിട്ടിയില്ല, അതുപോലെ തന്നെ ശ്രീകുമാറിന് ജാമ്യം കിട്ടിയില്ല. അവിടെ ജാമ്യത്തിന് അപേക്ഷിച്ച് ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല, എല്ലാവരും ജയിലിൽ തന്നെയാണുള്ളത്. പത്മകുമാറിനെതിരെ ഒരു കേസ് കൂടി ചുമത്തിയിട്ടുണ്ട്. ഒരു വിധിയുടെ വൈപരീത്യം പോലെ 2018 സ്ത്രീ പ്രവേശനത്തിന് ശേഷം 2019 സുപ്രീം പന്തളം കൊട്ടാരത്തിലെ രാജരാജവർമ്മ നേടിയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. അതായത് സെപ്പറേറ്റ് തിരുവിതാംകൂർ ബോർഡോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സംവിധാനത്തിലേക്ക് ശബരിമല കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു വിധി നേടിയിട്ടുണ്ട്. ആ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമോ എന്ന് ഭയന്നിട്ടാണ്
അത് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുന്നു. അങ്ങനെ ഭയന്നിട്ടാണ് പത്മകുമാറും തന്ത്രിയും പോറ്റിയും അവിടെയുള്ള ചില പോറ്റിമാർ എല്ലാവരും ഇല്ല കേട്ടോ, വളരെ സത്യസന്ധമായി സാത്വികമായി ജോലി ചെയ്യുന്ന ഒരുപാട് പോറ്റിമാരുണ്ട്, അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അല്ലാത്ത ചില ആർത്തിപ്പണ്ടാരങ്ങളായിട്ടുള്ള കുറച്ചാളുകളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ, വാസുവിന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ കമ്മീഷണർമാർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ, അവിടെയുള്ള ബൈജുവിന്റെ നേതൃത്വത്തിൽ, ജയശ്രീയുടെ നേതൃത്വത്തിൽ, പിന്നെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ശബരിമല കൊള്ളയടിക്കാൻ തീരുമാനിച്ചത്. കാരണം അവർക്കറിയാം സുപ്രീം കോടതി വിധി 2019 അത് വന്ന് നടപ്പിലാക്കിയിട്ടില്ല കേരള സർക്കാർ. അതിനെതിരെ വീണ്ടും അത് പത്തളം കൊട്ടാരം ഒന്നുകൂടി കടുപ്പിച്ചാൽ കോർട്ടലക്ഷ്യമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് കറക്റ്റ് ആയിട്ടൊരു വേർഡിക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും കേരള സർക്കാരിന് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ദേവസ്വത്തിന് പ്രത്യേകിച്ച് ദേവസ്വം ഉണ്ടാക്കണമെന്നോ സെപ്പറേറ്റ് സംവിധാനം ഉണ്ടാക്കണമെന്നൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് വരുന്നതിന് മുമ്പ് പരമാവധി സ്വർണം അടിച്ചുകൊണ്ട് പോവുക. താഴിക കുടത്തിലുള്ളത് വരെ കൊണ്ടുപോകാൻ പറ്റുമോ? വാജി വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൊടിമരത്തിന്റെ അടിയിലുള്ളത് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ വിഗ്രഹത്തിൽ പഞ്ചലോക വിഗ്രഹത്തിൽ അതെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അത് നാട്ടുകാരൊക്കെ അറിയുമല്ലോ. ബാക്കിയുള്ള എന്തെല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ അതെല്ലാം അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ അജണ്ട. ഈ അജണ്ട സെറ്റ് ചെയ്തത് പത്മകുമാറിന്റെ വീട്ടിലാണോ, കടകംപള്ളിയുടെ വീട്ടിലാണോ, ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ വീടിനോ ഇതിനകത്ത് ബന്ധമുണ്ടോ? AK സെന്ററിലെ ആളുകൾക്ക് ഇത് അറിയാമോ? വാസവൻ മന്ത്രിക്ക് ഇത് അറിയാമോ? പ്രശാന്തിന് അറിയാമോ? ബാംഗ്ലൂരിലാണോ ഇതിന്റെ ഗൂഢാലോചന നടന്നത്? എവിടെയാണ് ഈ പ്ലാൻ എ ഉണ്ടാക്കിയത്? പ്ലാൻ ബി വേറെ ഉണ്ടായിരുന്നു, പ്ലാൻ എ എവിടെയാണ്? പ്ലാൻ ബി എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ, വൈക്കം ക്ഷേത്രത്തിൽ ഇതുപോലെ 100 പവൻ കൊണ്ടുപോയി അവിടെ പൂശല് പരിപാടിയൊക്കെ വന്നു. പക്ഷെ അവിടുത്തെ വിജിലൻസ് ഓഫീസർ ആരോ ഇങ്ങനെ ഏതോ ഓഫീസർ, ദേവസ്വത്തിന്റെ ഓഫീസർ എന്ന് പറഞ്ഞു ഇവിടെ ഒന്നും പറ്റത്തില്ല കൊണ്ടുപോകണേ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ, അല്ലെങ്കിൽ അവിടെയും ഇതുപോലെ പൂശിയേനെ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാതിലുകളും കട്ടളപ്പടികളും കൊടിമരവും പോലുള്ള കാര്യങ്ങളിൽ സ്വർണം പൂശലാണ് പുതിയ കാശുണ്ടാക്കാനുള്ള പുതിയ തട്ടിപ്പ് സംവിധാനം. അത് ശബരിമലയിൽ പൂശാൻ തീരുമാനിച്ചത് പ്ലാൻ എ ആണ്. അപ്പോൾ 2019 ഓർഡർ നടപ്പിലാക്കിയാൽ കൃത്യമായി ശബരിമലയിൽ നിന്നുള്ള ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും സംവിധാനങ്ങൾക്കും. പുതിയ സംവിധാനം വരുമ്പോൾ അതിലേക്ക് മാറുന്നതിന് മുമ്പ് പരമാവധി അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു രീതിയായിരുന്നു കണ്ടത്. അതോടൊപ്പം തന്നെ ഇത് പ്ലാൻ എ സക്സസ് ആയാൽ പിന്നെ നമ്മളെ ഇയാളുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ, അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്രാജ്യത്തെ വലുതാക്കി പ്ലാൻ ബിയിലൂടെ ഓരോ ക്ഷേത്രങ്ങളും ഇങ്ങനെ കൊള്ളയടിക്കാനുള്ള വിശാലമായ സ്വപ്നമാണ് കണ്ടിരുന്നത്. ഇതിന് പാരലായി വേറൊരു കാര്യം കൂടെ നടന്നു, അതും നമ്മൾ മനസ്സിലാക്കുക. CPM-ന്റെ ഒരു തീരുമാനമെടുത്തു. CPM എന്താണ് തീരുമാനമെടുത്തത്? അത് വളരെ ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത കാലങ്ങളിൽ എടുത്ത തീരുമാനമാണ്. എല്ലാ ക്ഷേത്ര കമ്മിറ്റികളിലും കയറിപ്പറ്റണം. ഇതൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അങ്ങനെ ക്ഷേത്ര കമ്മിറ്റികളിൽ CPM കയറി പറ്റിയാൽ സ്വാഭാവികമായിട്ട് സ്വർണ്ണ പൂശൽ എളുപ്പമായില്ലേ? അവിടെ വളരെ ഈസി ആയിട്ട് സ്വർണം പൂശാലോ. അപ്പൊ ഇതൊരു ആഗോള നെക്സസ് ആണോ? ഇതൊരു പൊളിറ്റിക്കൽ നെക്സസ് ആണോ? ഇതൊരു സാങ്കേതികമായി വന്ന നെക്സസ് ആണോ? എന്താണ് ഇതിന്റെ നെക്സസ്? ആരുടെ ഗൂഢാലോചന? ആരുടെ പ്ലാനാണിത്? ആരുടെ പദ്ധതിയാണിത്? അതാണ് അറിയേണ്ടത്. അതിന് സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. അത് ക്ലിഫ് ഹൗസിൽ മാത്രം പോയതുകൊണ്ട് നിൽക്കില്ല, AKG സെന്ററിൽ മാത്രം പോയതുകൊണ്ട് നിൽക്കത്തില്ല. ഇതിന്റെ ബ്രെയിൻ എവിടെ നിന്നാണ്? ഇതാരുടെ ബ്രെയിൻ ചൈൽഡ് ആണ്? കേരളത്തിലെ അമ്പലങ്ങളിലെ സ്വർണം പൂശുക എന്നുള്ള കഥ പറഞ്ഞുകൊണ്ട് അമ്പലത്തിലെ സ്വത്തടിച്ച് മാറ്റാനും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പ്രതിരോധിക്കാനായിട്ട് CPM-ന്റെ ആളുകൾ അടക്കമുള്ള ആളുകളെ BJP വിരോധം പറഞ്ഞ് RSS വിരോധം ഒക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങളെ ഏൽപ്പിക്കുന്നത് ഇത് കൊള്ളയടിക്കാനാണോ നശിപ്പിക്കാനാണോ എന്ന് വളരെ ഗൗരവമായ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത് അങ്ങനെ നമ്മൾ എഴുതി തള്ളണ്ട. ഇത് വളരെ പർപ്പസ് ആയിട്ട് ആരുടെയോ തലയിൽ ഉദിച്ച ഒരു പ്ലാനാണ്. ആരാണ് ഈ ബുദ്ധികേന്ദ്രം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം.